ട്യൂസ്ഡേയ്സ് മിക്കപ്പോഴും ഞങ്ങൾക്കൊരു ഫൺ ഷോപ്പിംഗ് ഡേ ആണ്. കാരണം ട്യൂസ്ഡേയ്സിൽ അനിയേട്ടന് അവധിയാണ്. എനിക്ക് മിക്കപ്പോഴും ട്യൂസ്ഡേയ്സിൽ അവധി കിട്ടാറുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ പോകുന്നൊരു ഡേ ആണ് ട്യൂസ്ഡേ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഓസ്ട്രേലിയൻ ഫാഷൻ ആൻഡ് ബ്യൂട്ടി രംഗത്ത് ഒത്തിരി പോപ്പുലറായ മയർ ഷോപ്പിലേക്കാണ്. ഞാൻ കുറേ നാളായിട്ട് എൻ്റെ സ്കിൻ ടോണിന് പറ്റിയൊരു ഫൗണ്ടേഷൻ അന്വേഷിച്ച് നടക്കുമായിരുന്നു. അപ്പോൾ ഒരു പ്രോപ്പർ സൊല്യൂഷന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു ഷോപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സ്റ്റോർ അസിസ്റ്റൻസ് ഉണ്ട്. അവർ നമ്മൾക്ക് നമ്മുടെ സ്കിൻ ടോണിന് ചേർന്ന തരത്തിലുള്ള ഫൗണ്ടേഷൻസോ അല്ലെങ്കിൽ ക്രീമോ നമ്മൾ എന്താണോ നോക്കുന്നത് ആ സാധനം നമ്മുടെ സ്കിന്നിന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് സ്യൂട്ടബിൾ ആണെങ്കിൽ മാത്രം നമ്മൾ മേടിച്ചാൽ മതി. പല ബ്യൂട്ടി പ്രോഡക്റ്റ് നമ്മൾ കയ്യിലൊക്കെ അടിച്ച് നോക്കിയിട്ടല്ലേ മേടിക്കുന്നത്. അത് ചിലപ്പോൾ നമ്മുടെ കൈയുടെ കളറിൻ്റെ ടൂണും ഫേസിൻ്റെയും തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഫേസിന് ചേരാണ്ടൊക്കെ വരും. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു മേക്കപ്പ് ട്യൂട്ടോറിയലൊക്കെ നടത്തി നോക്കി ഒരു ട്രയലൊക്കെ നടത്തി നോക്കിയിട്ട് നമ്മുടെ സ്കിന്നിന് ചേരുന്നത് നോക്കി നമ്മൾ സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ അതേപോലെ ഒരു ഫൗണ്ടേഷൻ്റെ ട്രയലാണ് ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ മാക്കിൻ്റെ ഫൗണ്ടേഷനാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ സ്കിൻ ടോൺ ഡ്രൈ ആയതുകൊണ്ട് എനിക്ക് കുറച്ച് മോയ്സ്ചറൈസിങ് എഫക്റ്റ് ഉള്ള ഫൗണ്ടേഷൻ വേണമായിരുന്നു. അപ്പോൾ ഇതൊരു സിറം മിക്സ് ആയിട്ടുള്ള ഫൗണ്ടേഷനാണ്. നമ്മുടെ പ്രയോറിറ്റീസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആ ടൈപ്പ് ഒരു പ്രോഡക്റ്റ് നമുക്ക് സജസ്റ്റ് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ എനിക്ക് ഡെയിലി യൂസിന് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ മോയ്സ്ചറൈസിങ് എഫക്റ്റ് ഉള്ളത് വേണമായിരുന്നു. അപ്പോൾ അവർ മാക്കും വേറൊരു കമ്പനിയാണ് സജസ്റ്റ് ചെയ്തത്. പക്ഷേ അതിൽ ഞാൻ മാക്ക് സെലക്ട് ചെയ്യുമായിരുന്നു. കാരണം മാക്കിന് വെറൈറ്റി ഓഫ് ഷെയ്ഡുകളുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് അപ്ലൈ ചെയ്തത് കുറച്ച് ഡാർക്ക് ആയതുകൊണ്ട് നമ്മൾ സെക്കൻഡ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ അനിയനാണ് പറഞ്ഞു തരുന്നത് അവിടെ വന്നുകൊണ്ട് ഏതാണ് സ്യൂട്ട് ആവുന്നതെന്ന്. കാരണം എനിക്ക് നോക്കിയിട്ടെല്ലാം ഒരേപോലെയാണ് തോന്നുന്നത്. അപ്പോൾ അനിയന് അതേപ്പറ്റി കുറച്ചുകൂടെയൊക്കെ അറിയാവുന്നതുകൊണ്ട് അനിയനാണ് ഏത് ട്യൂണാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റേത് ആക്നി പ്രോൺ സ്കിൻ ആയതുകൊണ്ട് ഞാൻ ഫൗണ്ടേഷനൊന്നും അങ്ങനെ ഉപയോഗിക്കുന്നില്ലായിരുന്നു പണ്ടൊക്കെ. ഇപ്പോഴാണ് ഫൗണ്ടേഷനൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയത്. അപ്പോൾ നമ്മുടെ ഈ രണ്ടാമത്തെ ഷെയ്ഡിന് നല്ലൊരു കവറേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതങ്ങ് സെലക്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചു. നല്ലപോലെ നമ്മുടെ ആ പാടുകളും ഒക്കെ നന്നായിട്ട് കവർ ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഫൈനലി ഞാൻ മാക്കിൻ്റെ NC47 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് ചൂസ് ചെയ്തത്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പോർസ് ഒന്നും ക്ലോഗ് ചെയ്യത്തില്ല. അതുകൊണ്ട് നമുക്ക് ആക്നി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇത് ശരിക്കും വൺസ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 12 അവറോളം ലാസ്റ്റ് ചെയ്യുന്നൊരു ഫൗണ്ടേഷനാണ്. എനിക്ക് ശരിക്കും ഇത് ഡെയിലി വെയറിന് വേണ്ടിയിട്ടാണ്, ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ വെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ്. അപ്പോൾ 12 അവർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ലോങ് ലാസ്റ്റിംഗ് എഫക്റ്റാണ്. അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇവർ നമുക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസും തരുന്നുണ്ട്. എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടെ ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ഇത് ബ്ലെൻഡ് ചെയ്യേണ്ടത്, എത്ര എമൗണ്ടിലാണ് എടുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവർ ഇതിൻ്റെ അകത്ത് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു വ്യത്യാസം, ഫൗണ്ടേഷൻ ഉള്ള സ്കിന്നും ഇല്ലാത്ത സ്കിന്നും തമ്മിൽ. നല്ലൊരു കവറേജ് കിട്ടുന്നുണ്ട്. ബ്ലാക്ക് സ്പോട്ടുകളെല്ലാം കവറായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. ഇത് നമ്മുടെ സെറ്റിംഗ് സ്പ്രേ ആണ്. ഇത് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിൽ ഫിക്സ്ഡ് ഓവർ. അടുത്തത് ഇതാണ് നമ്മുടെ ഫൗണ്ടേഷൻ. ഞാൻ തുറന്ന് കാണിക്കാമേ. NC47 ഇതാണ് നമ്മുടെ ഷെയ്ഡ്. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സിലിണ്ടർ ഷേപ്പിലുള്ള കുപ്പിയാണ്. അപ്പോൾ ഇത് ഈ കാണുന്നതാണ് ബ്ലഷ്. ഓപ്പൺ ചെയ്ത് കാണിക്കാമേ. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പം ഏകദേശം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ കോമ്പാക്റ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ കോമ്പാക്റ്റ് നമ്മൾ അത് തുറന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ഈ ഒരു ഷേപ്പിലാണ് ഇരിക്കുന്നത്. ഇനി ഞാൻ അതിൻ്റെ ഉൾഭാഗം തുറന്നിട്ട് കാണിച്ചു തരാം. ഇങ്ങനെയാണ് എൻ്റെ ഉൾഭാഗം ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ പർച്ചേസ്.